ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് നല്ല നാടൻ മീൻ കറിയാണ് കേട്ടോ. നല്ല നാടൻ മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ പറയാം. കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചിയാണ്. ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് 3-4 അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി ഒരു 5-8 ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മാങ്ങയാണ്, പച്ചമാങ്ങയാണ് എടുത്തേക്കണത്. പിന്നെ മുളക് പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, എരിവുള്ളതാണ്. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണാണ് എടുത്തേക്കണത്. പിന്നെ 1-ാം പാലും എടുത്തിട്ടുണ്ട്, 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീൻചട്ടി വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുത്തു. പിന്നെ ചുവന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ചുവന്നുള്ളി ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമാങ്ങ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് 3 നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 3 ഇട്ട് കൊടുത്തിട്ട് എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കറിക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പണം. ഇതെല്ലാം മീൻ കഷ്ണം ഇടരുത്, ബാക്കി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പണം. അതായത് ഇത് നന്നായിട്ട് തിരുമ്പി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് തിരുമ്പുമ്പോൾ അതിൽ നിന്നൊരു വെള്ളം വരും. അതൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക്. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് നമ്മൾ തിരുമ്പണത്. നന്നായിട്ട് തിരുമ്പിയിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 1-ാം പാൽ ഒഴിക്കരുത്, 2-ാം പാൽ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് വയ്ക്കാം. ഇപ്പം ഞാൻ 2-ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണ്, എരിവും ഉപ്പൊക്കെ പാകമാണ്. ഇനി നമ്മൾ തീ കത്തിച്ചിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് തീ കത്തിച്ചിട്ട് അത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഈ കറി നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടാൻ. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നെയ്മീനായതുകൊണ്ട് കുറേ നേരം വേവിക്കൊന്നും വേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. എപ്പോഴും മീൻ കറി വയ്ക്കുമ്പോൾ ഒരിത്തിരി എരിവ് മുമ്പന്തിയിൽ നിന്നാലാണ് കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുക കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ അടച്ച് വെച്ച് മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം അടച്ച് വെച്ചാണ് വേവിച്ചത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ ഞാൻ കയ്യിൽ കൊണ്ട് 4 അറ്റത്തും ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് അതിൽ ഉപ്പും എരിവൊക്കെ പാകമാണോ എന്ന് നോക്കി. അത് ഈ സമയത്ത് നമുക്ക് നോക്കട്ടെ, ഉപ്പ് എരിവൊക്കെ നല്ല പാകമാണോ എന്ന് നമുക്ക് ഈ സമയത്താണ് നോക്കേണ്ടത്. അല്ലാണ്ട് കൈ കൊണ്ട് കുറേ കുത്തി ഇളക്കരുത്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തനിപ്പാലൊഴിക്കുക. മീൻ വേവണം കേട്ടോ. ഞാൻ കുറച്ചേശ്ശെ കാട്ടുന്ന കാരണമാണ് ഫുള്ള് കാണിക്കണില്ല. അത് വേവ് നിങ്ങൾക്കറിയാലോ ഏകദേശം. അതനുസരിച്ച് തീ ഓഫ് ചെയ്തിട്ട് മാത്രം തനിപ്പാലൊഴിക്കുക. തീ ഓഫ് ചെയ്യാണ്ട് തനിപ്പാലൊഴിച്ചാൽ കറി പിരിഞ്ഞു പോവും. അത് കാരണമാണ് തീ ഓഫ് ചെയ്തിട്ട് വെക്കാൻ പറയണത്. ഇനി നമുക്കിത് താളിക്കാം. ഇത് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വളരെ സിമ്പിൾ കറിയാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് തൃശ്ശൂർ ഭാഗത്താണ് ഏറ്റവും
കൂടുതൽ ഈ കറി വെച്ച് കണ്ടേക്കണേ. ഇത് തൃശ്ശൂർക്കാരുടെ സ്പെഷ്യലാണ് മാങ്ങയിട്ടിട്ട് മീൻ കറി. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. എൻ്റെ കയ്യിൽ കുറച്ച് കറിവേപ്പില ഉള്ളതുകൊണ്ട് കേട്ടോ കുറച്ചിട്ടത്. എന്നിട്ട് അതൊന്ന് മൂത്ത് വരണം. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് മൂത്ത് വരണം. ഇനി നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചുവന്നുള്ളിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ട് മൂക്കണം കേട്ടോ, എന്നാലാണ് കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് മൊരിഞ്ഞ് വരണം. ഇപ്പോൾ ഒരുവിധം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 2-3 വറ്റൽമുളക് കൈ കൊണ്ട് പൊട്ടിച്ചിടുക. അതൊരു ടേസ്റ്റാണ്. ആ മുളകും ഇതിൽ മൂത്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ആ വറ്റൽമുളകും കൂടി ഇട്ടത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഉള്ളിയും മുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. ഇതേ കണ്ട നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ കളറ് വരണം, എന്നാലാണ് കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് ഇതിൽ കിടന്ന് മൂത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ കറിക്ക് കാണാനൊക്കെ ഒരു ഭംഗി വരും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണത്. നമ്മുടെ മീൻ കറി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി ഇരുന്ന് കുറുതാവും, വറ്റും. മൺചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് അത് വറ്റിക്കോളും. എല്ലാവരും ഈ മീൻ കറി വെച്ച് നോക്കണം. നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ്. എല്ലാവർക്കും എൻ്റെ മീൻ കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ.